ലോക പോലീസ് ചമഞ്ഞ് ലോകം മുഴുവൻ കാൽക്കീഴിൽ വെച്ച് അധികാരമുറപ്പിച്ചത് മതിയാക്കൂ. നിങ്ങളുടെ അവസാനം അടുത്തു കഴിഞ്ഞു. അമേരിക്കയുടെ ആയുസിത അവസാനിക്കാൻ പോകുന്നു. റഷ്യ നൽകിയ മുന്നറിയിപ്പ് പോലും അവഗണിച്ച് നിങ്ങൾ ഈ യുദ്ധത്തിനെത്തിയെങ്കിൽ ഇനിയൊരു മടക്കം നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിൽ നിങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ ഓരോ സൈനിക താവളവും ചുട്ടെരിക്കാനുള്ള പദ്ധതി ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു. ബങ്കറിലേക്ക് പോകുമ്പോൾ ഖമേനി ഇറാനെ ഏൽപ്പിച്ചത് മിഡിൽ ഈസ്റ്റിൽ ഇറാനെ കരുത്തനാക്കുന്ന IRGC നേരിട്ടിറങ്ങുകയാണ്. അമേരിക്കയുടെ അവസാനം കണ്ടിട്ടേ ഇനി അവർ അടങ്ങുകയുള്ളൂ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പുതിയ വഴിത്തിരിവ് നൽകി അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇനി എന്ത് എന്ന ചോദ്യം പരക്കുയരുമ്പോൾ മേഖലയിൽ അമേരിക്കൻ സൈനികരും ആശങ്കയിലാണ് കഴിയുന്നത്. ഇറാനും അവരുടെ പ്രോക്സികളും ഏതൊക്കെ നടപടി സ്വീകരിക്കും എന്നതിലാണ് പരക്കെ ആശങ്കകളുള്ളത്. ഇറാൻ ഇതിനകം തന്നെ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ മിസൈൽ പെരുമഴയാണ് ഇപ്പോൾ നടക്കുന്നത്. വൻ സ്ഫോടനങ്ങളാണ് ഇസ്രായേൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾക്ക് നേരെയും ഏത് നിമിഷവും ആക്രമണം നടക്കാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. ഇക്കാര്യത്തിൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എന്തൊക്കെ നടപടി സ്വീകരിക്കുമെന്നതിലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ആശങ്കയുണ്ട്. അമേരിക്കൻ താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് CIA മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ കപ്പലുകളിൽ കടലിൽ മുക്കാൻ ഹൂതികളും നീക്കം തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് അടച്ച് ആക്രമണം ശക്തിപ്പെടുത്താനാണ് ഇറാന്റെ നീക്കം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബങ്കറിലേക്ക് മാറും മുൻപ് ശത്രുക്കളെ നരകം കാണിക്കണമെന്ന് പറഞ്ഞ് അധികാരം കൈമാറിയത് IRGCക്കാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആയുധങ്ങൾക്കോ അവരുടെ ഭീഷണിക്കോ മുന്നിൽ നട്ടെല്ല് വളയ്ക്കാത്ത രാജ്യമായി ഇറാന് നിൽത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇറാന്റെ ഈ ശക്തി കേന്ദ്രത്തിനാണ്. എത്ര വലിയ കൊമ്പന്മാർ വന്നാലും അവരുടെ കയ്യിൽ എന്ത് തരം ആയുധങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം കത്തിച്ചാമ്പലാക്കുന്ന ശത്രുവിനെ മലത്തിയടിക്കാനും ഇറാന്റെ സൈന്യത്തിന് സാധിക്കുമെന്ന് ഇറാനിയൻ ജനതയുടെ വിശ്വാസത്തിന്റെ പേരാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇതേ സേന എങ്ങനെയായിരിക്കും അമേരിക്കയോട് പ്രതികാരം ചെയ്യുക? നമുക്ക് നോക്കാം. ഇറാനിൽ കരസേന, വ്യോമസേന, നാവികസേന എന്നിങ്ങനെ നിരവധി സൈനിക വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് IRGC ആണ് ഇറാനിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ സേന. IRGC ഇറാനിലെ സാധാരണ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് സ്വന്തമായി കരസേന, നാവികസേന, വ്യോമസേന, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവയുണ്ട്. സാധാരണ സൈനിക വിഭാഗങ്ങൾ ഇറാനിയൻ പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ IRGC നേരിട്ട് രാജ്യത്തെ പരമോന്നത നേതാവിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1979 ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതുതായി അധികാരത്തിലെത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IRGC രൂപീകൃതമായത്. നിലവിൽ 1.5 ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയിലുണ്ട്. ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും IRGCയുടെ ഭാഗമാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ IRGC സജീവമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് അവരുടെ സേനാഘടനയിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയത്. ഇറാന് പുറത്തും IRGCക്ക് കാര്യമായ സ്വാധീനമുണ്ട്. സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങളിൽ അവർ ഇടപെടലുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. പരമോന്നത നേതാവിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറാനിലെ ഉന്നത സർക്കാർ നേതൃത്വവുമായി IRGCക്ക് അടുത്ത ബന്ധമാണുള്ളത്. അത്യാധുനിക ആയുധങ്ങളും അവരുടെ കൈവശമുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ നിയന്ത്രണം IRGCയുടെ കീഴിലാണുള്ളത്. കൂടാതെ ഖുദ്സ് ഫോഴ്സ് എന്ന പ്രത്യേക വിഭാഗം വിദേശത്ത് ഇറാന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിന് ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. രാഷ്ട്രീയ സ്വാധീനം നോക്കുകയാണെങ്കിൽ IRGCക്ക് ഇറാന്റെ ഭരണകൂടത്തിൽ വലിയ പങ്കുണ്ട്. അവർ നേരിട്ട് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. പല മുൻ IRGC അംഗങ്ങളും ഇപ്പോൾ മന്ത്രിസഭയിലും പാർലമെന്റിലും ഉന്നത സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്. 2009 തെരഞ്ഞെടുപ്പ് പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിൽ IRGCയുടെ പങ്ക് അവരുടെ രാഷ്ട്രീയ ശക്തിയുടെ ഉദാഹരണം തന്നെയാണ്. ഇനി സാമ്പത്തിക ആധിപത്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ IRGCക്ക് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു 1/3 ഭാഗം നിയന്ത്രിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നിർമ്മാണം, ടെലികോം, എണ്ണ, ഗ്യാസ്, വ്യവസായങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ അവർക്ക് വൻകിട ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടക്കാൻ അവർക്കിത് സഹായകരവുമാണ്. പക്ഷേ ഇത് അവരുടെ അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന വസ്തുത കൂടി പറയട്ടെ. ആഭ്യന്തര നിയന്ത്രണത്തിലേക്ക് വരികയാണെങ്കിൽ IRGCയുടെ ബസിജ് മിലിഷ്യ എന്ന വോളണ്ടിയർ സേന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഈ സേന
ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിൽ IRGCയെ അനിഷേധ്യമായ ശക്തിയാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ശക്തി എന്നൊരു ചോദ്യം ഇവിടെ വന്നേക്കാം അല്ലേ? IRGCയെ സൃഷ്ടിച്ചത് വിപ്ലവത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പരമ്പരാഗത സൈന്യത്തിൽ വിശ്വാസമില്ലാതിരുന്ന ഖൊമേനി വിശ്വസ്തരായ ഒരു സൈനിക വിഭാഗത്തെ വേണമെന്ന് ഒരു ചട്ടം കെട്ടി. അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇന്ന് IRGCക്ക് സുപ്രീം ലീഡറിനോടുള്ള നേരിട്ടുള്ള വിധേയത്വവും അവരുടെ വിപുലമായ ശൃംഖലയും അവരെ ഇറാന്റെ ഭരണകൂടത്തിന് നട്ടലാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ശക്തി ജനങ്ങൾക്കിടയിൽ ഭയവും അതുപോലെ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർ പലപ്പോഴും ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് നിരവധി ആരോപണങ്ങൾ ഉയർന്നത്. എങ്ങനെയാണ് IRGCയെ ലോകം നോക്കിക്കാണുന്നത് എന്നുകൂടി പറയാം. IRGCയെ 2019 US ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഇത് അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ വിവാദപരമാക്കി. അവരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ജനതയ്ക്ക് IRGC ഒരു ദേശീയ ശക്തിയുടെ പ്രതീകമാണ്. എങ്കിലും അവരുടെ ആധിപത്യം ചിലർക്ക് ഭയവും അതുപോലെ അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ട്. IRGCയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ വീണ്ടും ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാനാണ് അമേരിക്ക തയ്യാറായിട്ടുള്ളത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേൽ ദാരുണമായി പരാജയപ്പെട്ടപ്പോൾ ഇറാനെ തളർത്താൻ മറ്റൊരു മാർഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനോട് എന്നും നെറികേട് ചെയ്ത രാഷ്ട്രമാണ് അമേരിക്ക എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രമാക്കി വളർത്തിയെടുത്ത് ഇറാന് നേരെ തിരിച്ച് ഇന്ന് യുദ്ധം വരെ എത്തിച്ചത് അമേരിക്കയുടെ വൃത്തികെട്ട കളിയാണ്. ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് വിലക്ക് സൃഷ്ടിക്കാൻ ഇസ്രായേലിന്റെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തു ഇറാനെ തീർക്കാൻ വേണ്ടി. എന്നാൽ അമേരിക്ക സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കനത്ത പ്രതിരോധം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പുതിയ ഉപരോധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. എന്നാൽ ഇതിലൊന്നും തന്നെ ഇറാൻ തളരില്ല എന്ന് ഇതിനോടകം തന്നെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. എത്ര ഉപരോധിച്ച് തളർത്തിയാലും അവർ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. നമുക്ക് വാർത്ത എന്താണെന്നും കൂടി പറയാം. ഇറാനുമായി ബന്ധപ്പെട്ട പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനിലെ പ്രതിരോധ വ്യവസായത്തിന് അത്യാധുനിക സാങ്കേതിക യന്ത്രങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് 8 സ്ഥാപനങ്ങളെയും 2 കപ്പലുകളെയും ലക്ഷ്യമിട്ടാണ് ട്രംപ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ, ആളില്ലാത്ത ആകാശവാഹനം, ആയുധ പരിപാടികൾ എന്നിവയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യ, യന്ത്രങ്ങൾ എന്നിവ വാങ്ങാനുള്ള ഇറാന്റെ ഏതൊരു ശ്രമത്തെയും തടസ്സപ്പെടുത്തുമെന്ന് അമേരിക്ക ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ടെന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയായ മാരകമായ ആയുധങ്ങൾ നിർമ്മിക്കാനും വ്യാപിപ്പിക്കാനുമുള്ള ഇറാന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ബോസന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോങ്കോങ് ആസ്ഥാനമായുള്ള 2 ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെയാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യൂണികോം ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ്, അദീന ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് എന്നിവയാണ് ഉപരോധം നേരിടുന്ന കപ്പൽ കമ്പനികൾ. അനധികൃത എണ്ണ വ്യാപാരവും ഷിപ്പിംഗും ആരോപിച്ച് യമനിലെ ഇറാനുമായി സഖ്യമുണ്ടാക്കുന്ന ഹൂതികളെ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് തീവ്രവാദ വിരുദ്ധ ഉപരോധങ്ങൾ പുറപ്പെടുവിച്ചതായും സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഹൂതികളെ പിന്തുണയ്ക്കുന്നതിനായി ഇറക്കുമതി ചെയ്ത എണ്ണയും മറ്റ് നിയമവിരുദ്ധ വസ്തുക്കളും കൈവശം വെച്ചതിന് 4 വ്യക്തികൾ, 12 സ്ഥാപനങ്ങൾ, 2 കപ്പലുകൾ എന്നിവയാണ് ഇപ്പോൾ ഉപരോധങ്ങൾ നേരിടുന്നത്. ഇതാദ്യമായിട്ടല്ല ശത്രുതാപരമായ നയങ്ങൾ അമേരിക്ക ഇറാനോട് നടപ്പാക്കുന്നത്. ഇറാനിയൻ ജനതയെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന നയമാണ് അവർ ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. 1979 ഇറാൻ ഇസ്ലാമിക വിപ്ലവം മുതൽ അമേരിക്കയും ഇറാനും തമ്മിൽ ശത്രുത നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയുള്ള ഷാ ഭരണകൂടം തകർന്നതോടെ ഇറാൻ പാശ്ചാത്യ ലോകത്തിന്റെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറി. ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപ്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. ഇതിനെ ചെറുക്കാൻ അമേരിക്ക ഇറാനെ ദുർബലപ്പെടുത്താനുള്ള വിവിധ തന്ത്രങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. 1980 മുതൽ അമേരിക്ക ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. 2018 ട്രംപ് ഭരണകൂടം 2015 ആണവ കരാറിൽ നിന്ന് പിന്മാറി പരമാവധി സമ്മർദ്ദ നയം സ്വീകരിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഇത് ഇറാന്റെ എണ്ണ കയറ്റുമതിയെ 90% കുറച്ചിട്ടുണ്ട്. പണപ്പെരുപ്പം 60% വരെ ഉയർത്തി. തൊഴിലില്ലായ്മ 30% കവിഞ്ഞു. ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി. 2020 അമേരിക്ക IRGC ജനറൽ ഖാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു. ഇറാന്റെ പ്രോക്സി ശക്തികൾക്കെതിരെ ഇറാഖിലും സിറിയയിലും ആക്രമണങ്ങൾ നടത്തി. ഇങ്ങനെ നിരന്തരമായിട്ട് ഇറാനെ പിന്തുടരുന്ന രാഷ്ട്രമാണ് അമേരിക്ക. ഇറാനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ ഇറാൻ അതിലൊന്നും തളരില്ല. അമേരിക്ക ഇത്രത്തോളം ഉപരോധങ്ങളും ഇത്രത്തോളം കഷ്ടതകളും നൽകിയിട്ടും ഇറാൻ എന്നൊരു മഹാരാജ്യം മിഡിൽ ഈസ്റ്റിൽ അവരുടെ ശക്തി തെളിയിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം വലുതായിരിക്കും അവരുടെ ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.